കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ കൂടി ഓടുന്ന ഈ ബസ്സുകളിൽ യാത്ര ചെയ്തവർ വളരെ വിചിത്രമായ ഒരു സംഗതി ഫേസ് ചെയ്യേണ്ടി വന്നു. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു ഈ ബസ്സിൽ യാത്ര ചെയ്ത ഒരാൾ അങ്ങോട്ട് പോയപ്പോൾ 10 രൂപ കൊടുത്തു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് അതേ ബസ്സിലേക്ക് തിരിച്ചു വന്നപ്പോൾ കയറുമ്പോൾ 12 രൂപയാണ് അവർ ചോദിച്ചത്. ബസ്സുകളുടെ ഈ ഒരു മാറ്റത്തിൽ വലയുകയാണ് യാത്രക്കാർ. മണിക്കൂറുകൾക്ക് മുൻപ് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്തവർ മടക്കയാത്രയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് കൂടുതൽ തുക. അപ്പോഴേക്കും സിറ്റി സർവീസ് മാറി സിറ്റി ഫാസ്റ്റായി മാറുന്നത്രേ. ലാഭകരമായിരുന്ന സിറ്റി സർക്കുലർ മാറ്റിമറിയുന്നത് ഫോണിലും വാട്സാപ്പിലും ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഉത്തരവുകളായി ഇറങ്ങാത്തതിനാൽ ആർക്കും ഒരു നിശ്ചയവുമില്ല. ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിയന്ത്രണത്തിലാണ് സർവീസും റൂട്ടുമൊക്കെ മാറുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്നതതല നിർദ്ദേശങ്ങൾക്ക് യൂണിയൻകാർ മൗനാനുവാദം നൽകുന്നുവെന്നും ആരോപണം. നഗരത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ സർക്കുലർ സർവീസിന്റെ കേന്ദ്രമാകുന്നതിലെ അമർഷത്തിലാണ് തൊഴിലാളി സംഘടനകൾ. സ്വിഫ്റ്റിലെ ജീവനക്കാരെയാണ് ഇലക്ട്രിക് ബസ്സിലേക്ക് നിയോഗിക്കുന്നത്. സിറ്റി, വികാസ് ഭവൻ, പേരൂർക്കട, പാപ്പനംകോട് ഡിപ്പോകളിൽ സ്വിഫ്റ്റ് സർവീസുകൾ മാത്രമാണ്. ഈ ബസ്സുകൾ വ്യാപകമാകുന്നതോടെ ഡിപ്പോകൾ സ്വിഫ്റ്റിന് കൈമാറാനുള്ള നീക്കമാണെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിച്ചിരുന്നു. അതിനാൽ സിറ്റി സർക്കുലറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ അവർ ഇടപെടുന്നില്ല. സ്വിഫ്റ്റ് പൊളിക്കാനുള്ള നീക്കങ്ങളിൽ ഇവർ ഒറ്റക്കെട്ടാണ് എന്നും ജീവനക്കാർ പറയുന്നു. കാർബൺ രഹിത നഗരം എന്ന കോർപ്പറേഷൻ ഭരണസമിതി കൊട്ടിഘോഷിച്ച സ്വപ്ന പദ്ധതിക്കേറ്റ തിരിച്ചടിയാണ് ഈ ബസ്സുകളുടെ രൂപമാറ്റം എന്നാണ് വിലയിരുത്തൽ. കോർപ്പറേഷൻ പരിധിയിൽ ഓടിക്കാനാണ് ബസ്സുകൾ വാങ്ങിയത്. ഇപ്പോൾ നെയ്യാറ്റിൻകര, വെഞ്ഞാറമൂട്, പോത്തൻകോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് ഉണ്ട്. റൂട്ട് തീരുമാനിക്കുന്നത് കോർപ്പറേഷൻ അറിഞ്ഞാകണമെന്നും വരുമാനത്തിന്റെ വിഹിതം നൽകണമെന്നുമൊക്കെയാണ് കരാർ. ഇതൊക്കെ നോക്കാൻ ഒരു കമ്മിറ്റിയുമുണ്ട്. മേയർ, സെക്രട്ടറി, KSRTC MD, സ്മാർട്ട് സിറ്റി CEO തുടങ്ങിയവരാണ് കമ്മിറ്റിയിലുള്ളത്. എന്നാൽ ഇവരുടെ ഒരു യോഗം പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. സർവീസ് അട്ടിമറിച്ചു എന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് VK പ്രശാന്ത് MLA ആണ്. എന്നാൽ KSRTCയുടെ സാമ്പത്തിക സ്ഥിതി മറികടക്കാൻ ഈ ബസ്സുകളുടെ സർവീസ് മാറ്റം സഹായകമാകുമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. കുറഞ്ഞ നിരക്ക് ജനങ്ങൾക്ക് ആശ്വാസമാണെങ്കിലും KSRTCയുടെ പരാധീനതയ്ക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നാണ് VK പ്രശാന്തിന്റെ പക്ഷം. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടിവരുന്ന ചിലവ് ഈ വരുമാനത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ബസ്സുകൾ നഗരത്തിൽ സർവീസ് തുടങ്ങിയത്. ദീർഘകാലാടിസ്ഥാനത്തിൽ തുടരാനാകില്ല എന്നും VK പ്രശാന്തിന്റെ വിശദീകരണം. എല്ലാവരും അംഗീകരിച്ച പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അതേസമയം ആന്റണി രാജു MLAയുടെ പക്ഷം. ശാസ്ത്രീയ പഠനം നടത്തി നടപ്പാക്കിയ പദ്ധതിയിൽ അടിക്കടി പരീക്ഷണം നടത്തുന്നു. സാമ്പത്തികമായും വിജയമായിരുന്നു. നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങുന്ന സമയത്തായിരുന്നു സ്ഥാനമാറ്റം. കരാറുകൾ ലംഘിച്ചാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നും ആന്റണി രാജു പറഞ്ഞു. കോർപ്പറേഷനുമായി ആലോചിച്ചു വേണമായിരുന്നു മാറ്റമെന്ന് CPM ജില്ലാ സെക്രട്ടറി C ജയൻ ബാബു പറഞ്ഞു. പെട്ടെന്നുണ്ടായ നിരക്ക് വർധന ഒരു കാര്യം കൊണ്ടും ന്യായീകരിക്കാനാകില്ല. ചർച്ച നടത്തി തീരുമാനിക്കേണ്ടതായിരുന്നു. കോർപ്പറേഷൻ ഭരണസമിതിയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.